നിങ്ങൾ കസാക്കിസ്ഥാനിലെ അൾമാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഷിമുലേക്ക് മൗണ്ടൻ റിസോർട്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേബിൾ കാർ റൈഡും സ്കീയിങ്ങുമാണ്. ഞങ്ങൾ റൗണ്ട് ട്രിപ്പ് കേബിൾ കാറിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. കേബിൾ കാറിന് നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വരെ പോയി വരാൻ ഇവർ അഡൾട്ടിന് ചാർജ് ചെയ്യുന്നത് 10,000 ടെങ്കയാണ് ടിക്കറ്റ് റേറ്റ്. കുട്ടികൾക്കാണെങ്കിൽ 5,000 ടെങ്കയാണ് വരുന്നത്. ഓരോ ലെവൽ കയറുമ്പോഴും ടെമ്പറേച്ചർ കുറയുന്നതും അവിടുത്തെ സീനറി മാറുന്നതൊക്കെ നമുക്ക് കേബിൾ കാറിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യൂട്ടാ. ശരിക്കും ഫസ്റ്റ് ലെവൽ കേബിൾ കാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞ് മൂടിയ മലനിരകളും ആഴമുള്ള താഴ്വരകളെല്ലാം കാണാം. ശരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിലെ ഫ്രണ്ട് പേജ് പോലെയാണ് തോന്നുന്നത്. ഷിംലക്കിലെ കേബിൾ കാർ മൾട്ടിപ്പിൾ ലെവൽസാണ്. ടോട്ടൽ 3 ലെവൽസാണ്. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു കേബിൾ കാർ ജേണി 15 മിനിറ്റാണ് ഏകദേശം ദൂരം. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് പോകുമ്പോൾ ആദ്യം ക്ലോസ്ഡ് കൊണ്ടുള്ള കേബിൾ കാറാണ് വരാം. പിന്നെ 2 ഓപ്പൺ ചെയർ ലിഫ്റ്റും. ഓപ്പൺ ചെയർ ലിഫ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്കീയേഴ്സിനാണ് മെയിനായിട്ട്. അതിനുശേഷം വീണ്ടും ക്ലോസ്ഡ് കേബിൾ കാറാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു കേബിൾ കാർ വരുന്നതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. കേബിൾ കാറിലിരുന്ന് നോക്കുമ്പോൾ സ്നോയിലൂടെ നല്ല സ്പീഡിൽ സ്ലൈഡ് ചെയ്ത് വരുന്ന ആ സീൻ കാണുമ്പോൾ തന്നെ നമ്മെ സ്കീയിങ് ട്രൈ ചെയ്യാൻ ശരിക്കും ഇൻസ്പയർ ചെയ്യൂട്ടാ. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിട്ടാ. പെട്ടെന്ന് എന്തായി പേടിച്ചാ? പേടിച്ചോന്ന് വെച്ചാ പേടിച്ചു, പക്ഷെ നമ്മ തുറന്നു പറയില്ല, പേടിച്ചില്ല എന്ന് പറയുന്നു. സെക്കൻഡ് ലെവലിൽ എത്തിയാൽ മനോഹരമായ റെസ്റ്റോറൻറ്റുകളും കഫേസൊക്കെ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കോഫിയൊക്കെ കുടിച്ച് ആ മൗണ്ടൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാം. അടുത്തത് സെക്കൻഡ് ലെവലിൽ നിന്ന് തേർഡ് ലെവലിലേക്ക്. തേർഡ് ലെവലിനെ ടെൽഗാർ പാസ് എന്നാണ് അറിയപ്പെടുക. ടെൽഗാർ പാസിലേക്ക് കേബിൾ കാർ റൈഡ് ഏകദേശം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ്. ഷിമുലേക്ക് മൗണ്ടൻ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസാക്കിസ്ഥാൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായൊരു സ്കീ റിസോർട്ടാണിത്. സോവിയറ്റ് യൂണിയൻ കാലത്ത് ആരംഭിച്ച ഈ റിസോർട്ട് ഇന്ന് സെൻട്രൽ ഏഷ്യയിലെ ഒരു ടോപ്പ് വിൻ്റർ ഡെസ്റ്റിനേഷനിലൊന്നാണ് കേട്ടോ. ടോട്ടൽ 3 കേബിൾ കാർ റൈഡ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്നത്. ഷിമുലേക്കിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ് ഈ ടെൽഗാർ പാസ്. നമ്മളിവിടെ ഇപ്പൊ 3ാമത്തെ കേബിൾ കാരം കയറി എന്റെ റൈറ്റാ ലാസ്റ്റ് പീക്ക് ഓഫ് ദ മൗണ്ടൻ. ഈ മഞ്ഞത്ത് വെള്ളം കുടിച്ച് ജീവിക്കുന്ന ആൾക്കാർ എടുത്തോ. We reached at the top. അവിടെ ഉണ്ടായിരുന്നു. Come on. ഭയങ്കര റിസ്ക് കേട്ടാ. നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മളെ ഈ സ്കീന്റെ ബൂട്ട് മുടിയോട് നല്ല കട്ടിയുണ്ട്. ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു അത്ഭുതകരമായ നിശബ്ദതയും തണുത്ത കാറ്റും പരന്നു കിടക്കുന്ന വെളുത്ത മലനിരകളുമാണ് ഇവിടെ. ഇവിടെ ശരിക്കും അഡ്വാൻസ്ഡ് സ്കീയിങ് സ്ലോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നൈറ്റ് സ്കീയിങ് പാത എന്ന ബഹുമതി ഷിംലക്കിനുണ്ട്. പീക്ക് സീസണിൽ ഇവിടെ വരുമ്പോൾ കേബിൾ കാറിൽ ഏകദേശം നമുക്കൊരു 45 മിനിറ്റ് വരെ ഇവിടെ എത്താൻ എടുക്കും. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ടെമ്പറേച്ചർ -13 ഡിഗ്രിയാണ്. പീക്ക് വിൻ്റർ ടൈമിൽ താപനില -20 ഡിഗ്രിയിലെത്തും. നല്ല ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഫുൾ എൻജോയ് ചെയ്യാം. പിന്നെ ഷിംലക്കിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഡ്രോൺ ഷൂട്ടിന് 10,000 ടെങ്കയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഏകദേശം 73 ദിർഹംസ് വരും. നമ്മൾ കപ്പിൾ ഡ്രോൺ ഷൂട്ടും സിംഗിൾ ഡ്രോൺ ഷൂട്ടൊക്കെ ട്രൈ ചെയ്തിട്ടാണ്. ഇവിടെ നിരവധി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുണ്ട്. സിംഗിൾ ഫോട്ടോക്ക് 20,000 ടെങ്കയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നല്ല സ്നോ മൗണ്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഷിമുലേക്ക് പെർഫെക്റ്റ് ലൊക്കേഷനാണ്. കേബിൾ കാർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. പിന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ട്രഡീഷണൽ കസാക്ക് ഡ്രസ്സ് ധരിച്ചിട്ട് പരുന്തിനെ കൈ പിടിച്ചിട്ടൊക്കെ നമുക്ക് ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കാനുള്ള അവസരമുണ്ട്. ഈ ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനിലും എന്തായാലും കാണാൻ പറ്റും. കസാക്ക് കൾച്ചറിൽ ഈഗിൾ ഹണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സിമ്പിളായ ഈ ഫോട്ടോഷൂട്ടിന് 2000 ടെങ്കയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നല്ല നല്ല റിസോർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മഞ്ഞുമലയുടെ മുകളിലുള്ള റിസോർട്ടിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ റിസോർട്ടെന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ.